إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يهديه فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തുന്ന, അതിനെ പരമാവധി പരിശ്രമിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹം പുതിയൊരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1447 ഹിജറ വർഷമാണ്. ദുൽഹജ്ജ് മാസത്തിന് ശേഷം മുഹറമിലൂടെ നമുക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറെ നിർണായകമായ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്ലാമിക ലോകത്ത് പിന്നീട് വന്ന രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കാലഗണനയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയുടെ പര്യവസാനം എന്ന നിലക്ക് ഹിജറയെ ഇസ്ലാമിക് കലണ്ടറിന് വേണ്ടി സ്വീകരിക്കപ്പെട്ടത്. 1447 ഒരു പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ഇസ്ലാമിക ഉമ്മത്തിന്റെ ഒരു പുതുവർഷം കൂടിയാണ്. അഥവാ ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നു, മറ്റൊരു വർഷത്തിലേക്കുള്ള പ്രവേശിക ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം വിട പറഞ്ഞിരിക്കുകയാണ്.
ഈ എത്ര കാലം ഈ ലോകത്ത് നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റാതെ അനിശ്ചിതാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിലും ഇനിയും കാലങ്ങൾ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പുതുവർഷത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ മരണമെന്ന വിധിക്ക് വഴിപ്പെട്ടുകൊണ്ട് അവർ യാത്രയാണ്. അള്ളാഹു നമ്മെ ബാക്കിയാക്കിയിരിക്കുകയാണ്. ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആത്മീയമായ നിഷ്ഠയും ആസൂത്രണവും നടത്തണമെന്ന വലിയ പാഠമാണ് ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 30-ാം ജുസ്ഇലെ ചെറിയൊരു അധ്യായം, നഷ്ടം സംഭവിച്ചവരാരാണ്, നഷ്ടം സംഭവിക്കാത്തവരാരാണ് എന്നതിനെക്കുറിച്ച് സരളമായി അറിയിക്കുന്ന അധ്യായം പലപ്പോഴും ളുഹറിലും അസറിലും മഗ്രിബിലും ഇശായിലും ഒക്കെ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അത് ആലോചിച്ചുകൊണ്ട് അല്പം ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകൾ ചർച്ചക്കെടുക്കാവുന്നതാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇനി പറയും പ്രകാരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാത്തവരാണ് നഷ്ടക്കാരെന്ന് അള്ളാഹ് അറിയിക്കുകയാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പാധേയമാക്കി ഒരുക്കി അതല്ലെങ്കിൽ സൽക്കർമ്മ നിരതമായി ജീവിക്കുന്നവരും, വതവാസൗ ബിൽ ഹഖ്, ഹഖിനെ, സത്യത്തെ, ന്യായത്തെ, സതുപദേശത്തെ, നന്മയെ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന, പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും, വതവാസൗ ബിസ്സബ്ർ, ഹഖിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ, വതവാസൗ ബിസ്സബ്ർ, പരസ്പരമുള്ള സഹനം, ക്ഷമ അനിവാര്യമാണ്. അതും ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകൾ. ഹഖ് പങ്കുവെക്കുക, സഹനം അവലംബിക്കുക, സൽക്കർമ്മ നിരതമായി തീരുക, സത്യവിശ്വാസം സ്വീകരിക്കുക, ഇതല്ലാത്ത ആളുകളെല്ലാം നഷ്ടത്തിലാകുന്നു എന്ന് അള്ളാഹ് പറയാൻ. ഒരു വർഷം വീണ്ടും നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ജീവിതത്തെക്കുറിച്ച് പുനരാലോചന നടത്തുമ്പോൾ, സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യാതെ അവർ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നില്ല എന്നാണ് ഹദീസ്. കാരണം പർപ്പസ് ഓഫ് ലൈഫ്, ജീവിത ലക്ഷ്യം പഠിപ്പിക്കുന്ന ചെറിയ സൂക്തങ്ങളും വലിയ ആശയങ്ങളുമുള്ള അധ്യായമാണ് സൂറത്തുൽ അസ്ർ എന്ന് പറയുന്നത്. ഭൗതിക ജീവിത തിരക്കുകൾക്കിടക്ക് അനശ്വരമായ അവസാനിക്കാത്ത പരലോക ജീവിതം, അതിലേക്ക് വേണ്ട കണ്ടീഷനുകൾ, കാര്യങ്ങൾ, കർമ്മങ്ങൾ മറന്നുപോകുമോ എന്നതിൽ നിന്നാണ് സഹാബികൾ പരസ്പരം ഇത് ഓർമ്മപ്പെടുത്തി തസ്ബിയത്ത് വീണ്ടെടുത്തി അങ്ങനെ വസിയത്ത് നൽകി, സാരോപദേശം നൽകി പിരിഞ്ഞു പോകാറുണ്ടായിരുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ നഷ്ടം സംഭവിക്കാത്തവരിൽ എപ്പോഴും ഉൾപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. അതിന് ഈ അധ്യായത്തിൽ പഠിപ്പിച്ച ഈ കണ്ടീഷനുകൾ പാലിക്കുക. ഈ നിയോഗം ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിച്ചവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബികൾ, അനുചരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിന്റെ വിഷയത്തിൽ ദീന് നിലനിർത്താൻ, വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ, ആദർശ വിശുദ്ധിയോടെ മുന്നോട്ടു പോകാൻ എന്തൊരു കൽപ്പനയാണോ അള്ളാഹു നൽകുന്നത് എങ്കിൽ ആ കൽപ്പന കംപ്ലീറ്റ് ശിരസ വഹിക്കുന്ന ജീവിതം, അതായിരുന്നു സഹാബികൾ. സഹാബികളിൽ മുഹാജിറുകൾ, അൻസാറുകൾ ജന്മനാട് വിട്ടേച്ചുകൊണ്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടി, ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അങ്ങകലെയുള്ള മദീനയിലേക്ക് പലായനം ചെയ്തവരാണ് അൻസാറുകൾ. അതാണിപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് ഹിജറ. വലിയ ത്യാഗങ്ങളാണ് അവർ സഹിച്ചത്. എല്ലാം വിട്ടേച്ചു പോകാൻ ചരിത്രത്തിന്റെ പല ചീന്തകളും നമുക്ക് കാണുവാൻ കഴിയും. സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് മക്കയിലെ പ്രമാണികാർ പറയാം, നീ പോവുകയാണ് എങ്കിൽ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. മക്കയിലെത്തി അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി, അസറ്റുണ്ടാക്കി, അള്ളാന്റെ കൽപ്പന വരികയാണ്, നിങ്ങൾ ആദർശ വിശുദ്ധിക്ക് വേണ്ടി, തൗഹീദ് നിലനിർത്താൻ വേണ്ടി സമാധാനത്തിന്റെ മറ്റൊരു ഭൂമികയിലേക്ക് പറിച്ചു നടപ്പെടണം, പലായനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞപ്പോ
നിനക്ക് പോകാം, പക്ഷേ ഇവിടെ നിന്ന് സമ്പാദിച്ചതൊക്കെ കംപ്ലീറ്റ് വിട്ടേച്ചേ പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയാണ് എങ്കിൽ നിനക്കിത് ആസ്വദിക്കാം, അനുഭവിക്കാം. അതല്ല മുഹമ്മദിന്റെ മാർഗവും പാതയും സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാം വിട്ടേച്ചുകൊണ്ട് നിനക്ക് പോകാമെന്ന് പറഞ്ഞപ്പോ മക്കയിൽ തന്റെ അസറ്റ് മുഴുവൻ വിട്ടേച്ച് പോകുന്ന സ്വഹീബ് റളിയല്ലാഹു അൻഹു. എത്രയോ ചരിത്രങ്ങൾ അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 20-ാം സൂക്തത്തിൽ അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വഹാജറു, അവർ ഹിജ്റ പോയവരാണ്, അവർ പലായനം ചെയ്തവരാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്തിന് വേണ്ടിയാണ്, അവന്റെ റിള, അവന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി. വഹാജറു, അവർ പലായനം ചെയ്തു, മക്ക വിട്ടേച്ചു പോയി, ജന്മനാടിനോട് വിട ചൊല്ലി. അങ്ങേയറ്റം അവിടെ ജീവിക്കാനുള്ള ആഭിമുഖ്യവും ആഗ്രഹവുമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്, പക്ഷേ നിഷേധിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പന കടന്നു വന്നു. വഹാജറു, അവർ പലായനം ചെയ്തു. വജാഹദു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഫീ സബീലില്ലാഹ്, അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ചു. ബിഅംവാലിഹിം, സമ്പത്ത് കൊണ്ട്, വഅൻഫുസിഹിം, ശരീരം കൊണ്ട്, ശരീരം തിരിച്ചവര്, സമ്പത്ത് തിരിച്ചവര്. അഅ്ളമു ദറജ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ സബിതത്തിൽ അവർക്ക് ഉന്നതമായ പദവിയുണ്ട് എന്നുള്ള പറയാ. വൗലായിക ഹുമുൽ ഫായിസൂൻ, അക്കൂട്ടർ തന്നെയാണ് വിജയികൾ. ഈ ലോകത്ത് എന്ത് കിട്ടിയില്ല എന്നല്ല, ആത്യന്തികമായ വിജയം അവർക്കാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുകയാണ്. അവർ പലായനം ചെയ്യുന്നതിന്റെ മുന്നോടിയായി അവരുടെ മനസ്സ് പലായത്തിന് വേണ്ടി പാകപ്പെട്ടിരുന്നു. കാരണം പ്രവാചകൻ എന്തു പറഞ്ഞാലും അത് ശിരസ വഹിക്കുന്നത്, കേൾക്കുന്ന പ്രകൃതത്തിലേക്ക്, ദീനീ ബോധത്തിലേക്ക് അവർ എത്തിയിരുന്നു. പലായനത്തിന്റെ മുന്നോടിയായി നിർവഹിക്കേണ്ടതെല്ലാം നിർവഹിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പലായനത്തിന്റെ കൽപ്പന വന്നപ്പോൾ വെറുതങ്ങ് പോയതല്ല, എല്ലാ ആസൂത്രണം നടത്തി. ആദ്യം അവർ അഖീദ, വിശ്വാസം, തൗഹീദ്, അള്ളാഹുമായുള്ള ബന്ധം ഉറപ്പിച്ചു, യഖീനാക്കി. അള്ളാഹു കൂടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പുവരുത്തി. അതിനാണ് തൗഹീദ്. ആ തൗഹീദിന്റെ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന തവക്കുൽ ആവോളം അവർക്കുണ്ടായിരുന്നു. തവക്കുൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പ്ലാനിങ് നടത്തി, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിർവഹിക്കേണ്ടതൊക്കെ നിർവഹിച്ചു. അതെല്ലാം അള്ളാഹുലൊക്കെയാണ് തവക്കുലാക്കുക. നമ്മളങ്ങനെയാ, ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് അത് പഠനമാകട്ടെ, കച്ചവടമാകട്ടെ, ബിസിനസ് ആകട്ടെ, യാത്രയാകട്ടെ, ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, എന്തെങ്കിലുമൊക്കെ അങ്ങനെ നിർവഹിച്ച് ചാരിതാർത്ഥ്യമടഞ്ഞ് അള്ളാഹ് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിലേക്കടുത്ത സഹാബാ കിറാമും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സർട്ടിഫൈഡ് കമ്മ്യൂണിറ്റിയായ അള്ളാഹുവിന്റെ പ്രത്യേക തൃപ്തിക്ക് അർഹത നേടിയെടുത്ത സഹാബികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആസൂത്രണം നടത്തുകയാണ്, പിടിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. ആസൂത്രണം ഹിജ്റയുടെ പാടാണ്. ജീവിതത്തിൽ തഖ്തീത്ത് ഉണ്ടാകണം. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഐഹികമായും ആത്മീയമായും നമ്മൾ മുന്നോട്ട് നീക്കുന്ന കരുക്കൾ അങ്ങേയറ്റത്തെ അവധാനതയോടെ, ആസൂത്രണത്തോടെ നീക്കാൻ കഴിയണം. ഇസ്ലാമിക ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി, ഇസ്ലാമിക ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ ഐഹികവും ആത്മീയവുമായ മികവിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ ചെയ്തത്. പ്രവാചകൻക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹിജ്റക്ക് മുമ്പ് പ്രവാചകൻക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്തതാണ് അഭൗതികമായ, അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹുവിന്റെ സഹായം എത്രമേൽ ലഭിക്കുമെന്ന്. കാരണം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, അവിടെ നിന്ന് 7-ാം ആകാശത്തേക്ക്, ഇസ്രാവും മിഅ്റാജും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവമാണ്. കിലോമീറ്ററുകൾ അകലെ, അത്ഭുതം. ഒരു രാവ് കൊണ്ട് തിരിച്ചു വരിക. മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറപ്പെട്ട് അവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന പ്രവാചകൻ നിസ്സംഗമായി ആലോചിച്ചിട്ടില്ല. ഒരു 400-500 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് സുരക്ഷയോടെ, എല്ലാ സെക്യൂരിറ്റിയോടെയും എന്നെ റബ്ബിന് അങ്ങോട്ട് എത്തിക്കാൻ സാധിക്കും. തൗഹീദ് റെഡിയാ, തവക്കുൽ റെഡിയാ, തസ്കിയത്ത് റെഡിയാ, തഖ്വ റെഡിയാ. പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കാൻ പാകത്തിലുള്ള ദീനിന്റെ എല്ലാ ടേമുകളും, എല്ലാ കണ്ടീഷൻസുകളും, എല്ലാ മാനദണ്ഡങ്ങളും മനോഹരമായി പൂർത്തീകരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ തഖ്തീത്ത്, പ്ലാനിങ് നടത്തിയെന്നാണ്. ആകാശാരോഹണം നടത്തി അള്ളാഹ്ക്ക് എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകൽ ഒരു റിസ്ക് അല്ല എന്ന് വിചാരിച്ചിട്ടില്ല. അതാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തിരിക്കണമെന്നാണ്.
തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയാണ്. സാധാരണ മദീനയിലേക്കുള്ള വഴി മാറി സഞ്ചരിക്കുകയാണ്. കൃത്യമായിട്ട് അബ്ദുള്ളയെ ഗൈഡായിട്ട് അബ്ദുള്ളയെ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ചുമതല കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. 3 ദിവസം സൗർ ഗുഹയിൽ താമസിക്കുകയാണ്. ഗുഹാമുഖത്ത് ശത്രുക്കളുടെ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ കേൾക്കുകയാണ്. പിടിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷേ കാര്യങ്ങൾ കരുതലോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നിർവഹിക്കേണ്ടതൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അഭൗതികമായത് അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന ഉറപ്പും അവർക്കുണ്ട്. അതുകൊണ്ടാണ് സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ, പ്രവാചകന്റെ നിഴലായി ജീവിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ ബേജാറ് കൂടുകയാണ്. കാരണം ഗുഹാമുഖത്ത് 100 ചുവന്ന ഒട്ടകത്തെ കിട്ടാനുള്ള അങ്ങേയറ്റത്തെ ആർത്തി കൊണ്ട്, ആഗ്രഹം കൊണ്ട് പ്രവാചകന്റെ തല കൊയ്തെടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരിൽ പലരുടെയും കാലൊച്ചകൾ ഗുഹയുടെ മുഖത്ത് കേൾക്കാൻ അത് കാണുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പ്രതികരിച്ചത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. എന്താ അബൂബക്കർ, നീ ടെൻഷൻ അടിക്കരുത്. കാരണം രണ്ടാളുടെ കൂടെ മൂന്നാമതായി അള്ളാഹുള്ള രണ്ടാളെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? സൂറത്തു തൗബയിൽ ആയത്തിന്റെ ആശയം എങ്ങനെയാ? രണ്ടാളുടെ കൂടെ മൂന്നാമതായി അള്ളാഹുള്ള രണ്ടാളെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട് എന്ന്. അതൊരു പലായനത്തിൽ സിദ്ദീഖുൽ അക്ബറിന് പ്രതീക്ഷ നൽകിയ ആയത്തുകളും പദങ്ങളും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്താതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ പരസ്പരം പാർട്ട്നേഴ്സ് പറയേണ്ടതാണ്, ഇണകൾ തമ്മിൽ പറയേണ്ടതാണ്, മക്കളും മാതാപിതാക്കളും തമ്മിൽ പങ്കുവെക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഒറ്റക്കല്ല എന്നും നമ്മുടെ കൂടെ ഏത് പ്രതിസന്ധിയിലും പരീക്ഷണത്തിലും പ്രയാസത്തിലും ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തില്ലേ? അള്ളാഹു കൂടെ ഉണ്ടായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രശ്നങ്ങളെ, പ്രതിബന്ധങ്ങളെയും പിന്നെ കവച്ച് എല്ലാത്തിനെയും അതിജീവിച്ച് അങ്ങ് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയില്ലേ? തൊലഅൽ ബദ്റു അലൈന എന്ന വരവേൽപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചില്ലേ? പൂർണ്ണചന്ദ്രൻ ഞങ്ങളിലേക്ക് ഇതാ വന്നണഞ്ഞിരിക്കുന്നു എന്ന് അവരങ്ങേയറ്റത്തെ സ്നേഹത്തോടെ പ്രവാചകനെ കാത്തിരുന്ന് സ്വീകരിച്ചില്ലേ? ഇന്നേ വരെ ലോകം കാണാത്ത ആദിത്യ മര്യാദ പ്രവാചകനോട് അവർ കാണിച്ചില്ലേ? ഹജ്ജിനോ ഉംറക്കോ പോകുന്ന സമയത്ത് അതിന്റെ ചടങ്ങും കർമ്മവും അല്ലെങ്കിൽ പോലും മദീന സന്ദർശിക്കുന്ന, ഉംറ നിർവഹിക്കുന്നവർ, ഹജ്ജ് നിർവഹിക്കുന്നവർ, അതല്ലാത്തവരൊക്കെ മദീനയിലേക്ക് പോകുമ്പോൾ ആ ആതിഥേയത്വത്തിന്റെ ഗ്രഹാതുര സ്മരണകൾ അനുഭവിക്കാൻ പാകത്തിൽ മദീന മണ്ണിനെയും മനസ്സിനെയും മാറ്റിപ്പണിതതിന്റെ പിന്നിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജറ വഹിച്ച പങ്ക് വലുതാണ്. ഇന്നും മദീനയിലെ അറബികൾ, അവരുടെ ബിഹേവിയർ, അവരുടെ ഹോസ്പിറ്റാലിറ്റി, അവരുടെ ശാന്തത, അവരുടെ ആതിഥേയത്വം, ഇതൊക്കെ അതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അപ്പോ ഹിജറ എന്ന് പറയുന്നത് വലിയ എന്തൊക്കെ പ്രയാസ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ആദർശത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പുതിയ വഴികൾ സ്വീകരിക്കണമെന്ന വലിയ പാഠം നൽകുകയാണ് ഹിജറ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ടാകുമെന്ന് പറയാം. കൂടെ പലായനം ചെയ്ത് മദീന ഏതാനും ഭാഗങ്ങൾ മാത്രമാണ്. വലിയ മെസ്സേജാണ്. ഈ ഹിജറയാണ്, ഈ സംഭവത്തെയാണ് ഇസ്ലാമിന്റെ കാലഗണനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ബസ്രയിലെ ഗവർണറാണ്. കത്തുകൾ ഇങ്ങനെ വരാൻ, ഇസ്ലാം വിശാലമായി കൊണ്ടിരിക്കുകയാണ്, പ്രവിശ്യകൾ വിശാലാകാൻ. ഷഅബാൻ കത്തിൽ കാണുന്നു, ഏത് ഷഅബാൻ, ഏത് വർഷത്തെ ഷഅബാൻ, അമീറുൽ മുഅ്മിനീൻ മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ട് കാലഗണന വേണം. ഇന്ന വർഷത്തിലെ ഷഅബാൻ എന്ന് രേഖപ്പെടുത്തപ്പെടണം. അതിന് ഏത് സംഭവം? പ്രവാചകന്റെ ജന്മദിനം വേണോ? പ്രവാചകൻ മരിച്ച ദിനം വേണോ? പ്രവാചകന് നുബുവത്ത് കിട്ടിയ ദിനം വേണോ? മറ്റു വല്ലതും വേണോ? റോമക്കാരും പേർഷ്യക്കാരും അവരവരുടെ രാജാക്കന്മാർ അധികാരത്തിലേക്ക് എത്തുന്ന ദിനങ്ങളെ അങ്ങനെ ദിനങ്ങളാക്കി കണക്കാക്കുന്ന കാര്യങ്ങൾ വേണോ? വേണ്ട. അവസാനത്തെ ചർച്ചയിൽ കൺക്ലൂഡ് ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗതി മാറ്റിപ്പണിത ഹിജറയാകട്ടെ, ത്യാഗത്തിന്റെ, തൗഹീദിന്റെ, തവക്കുലിന്റെ, തദ്ഹിയത്ത്, സമർപ്പണത്തിന്റെ പലായനമാകട്ടെ ഇസ്ലാമിന്റെ കാലഗണനയുടെ മാനദണ്ഡം. ഹിജറ 1, ഹിജറ 2, ഹിജറ 8-ാം വർഷം, ഹിജറ 10-ാം വർഷം. അങ്ങനെ ആ ഹിജറ വർഷം 1447 എത്തിയിരിക്കുകയാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവാണ് കാലഗണനയ്ക്ക് വേണ്ടി ഹിജറ കാലത്താണ് ഹിജറ വർഷം ആരംഭിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാലായനം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ എത്തി. മദീനയിലെത്തിയ സമയത്ത്, പുതിയ കാലത്ത് ഹിജറ വായിക്കുന്ന സമയത്ത് പ്രവാചകൻ 4 സാരോപദേശങ്ങൾ അവിടെ നൽകി. മദീനയിലെത്തിയ പ്രവാചകൻ ആ സമൂഹത്തിന് നൽകിയ
4 സാരോപദേശങ്ങൾ. പലരും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് പല നാടുകളിലേക്ക് പോകാറുള്ളത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നത് അർത്ഥവത്തായ യാത്രയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ടായിരുന്നു. അവർ സ്നേഹിക്കുകയാണ്, സ്വീകരിക്കുകയാണ്, പരസ്പരം പകുത്തു കൊടുക്കപ്പെടുന്ന ആളുകളായി മാറുകയാണ്. അങ്ങനെയാണ് അൻസാറുകൾ, സഹായിച്ചവർ എന്ന പേര് മദീന നിവാസികൾക്ക് ലഭിച്ചതും എല്ലാം ത്യജിച്ച് യാത്ര പോയവർ എന്നത് മുഹാജിറുകൾ എന്ന പേര് മക്കയിലെ വിശ്വാസികൾക്കും ലഭിച്ചത്. പലായനം ചെയ്ത ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയൊക്കെ ഇരുത്തി മദീന നിവാസികളോട്, മദീനക്കാരോട് പറഞ്ഞു, അഫ്ശുസ്സലാം. 4 സാരോപദേശങ്ങളിൽ ഒന്ന് അഫ്ശുസ്സലാം, നിങ്ങൾ സമാധാനം വ്യാപിപ്പിക്കണം, നിങ്ങൾ സമാധാന കൈമാറ്റം നടത്തണമെന്നാണ്. പറയേണ്ടതില്ലല്ലോ, പുതിയ കാലത്ത്, കലുഷിതമായ കാലത്ത് സമാധാനത്തിന്റെ വ്യാപനം സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ സ്വാസ്ഥ്യത്തിന് എത്രമേൽ പ്രധാനമാണ് എന്ന്. രണ്ടാമത്തേത് നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണം, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറയാൻ. അഥവാ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പ്രയാസപ്പെടാൻ പാടില്ല. കാരണം മദീനയിലെത്തി പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശമാണിത്. വസീലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചാർത്തിക്കൊള്ളണം. ബന്ധുക്കളൊക്കെയും ബന്ധം മുറിക്കുന്നു, ബന്ധങ്ങളൊക്കെയും ഭാഗം പിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ബന്ധങ്ങൾക്ക് ഒരു വിലയും നിലയുമില്ലാത്തൊരു കാലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അന്ന് പങ്കുവച്ചത് ബന്ധത്തിന്റെ നന്മക്കും ചേർക്കലിനും വേണ്ടിയാണ്. നാലാമത്തേത് സൊല്ലു വന്നാസുനിയാം, നിങ്ങൾ നമസ്കരിക്കണേ. വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കേ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിൽ പടച്ച റബ്ബുമായുള്ള ആത്മബന്ധം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രകടനപരതക്കപ്പുറം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ അതുവഴി പരിഹരിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം. പടച്ച റബ്ബ് കേൾക്കും, നൽകും. മദീന നിവാസികൾ അത് പഠിപ്പിക്കുക. സമാധാനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, ഭക്ഷണം പങ്കുവെക്കാൻ വേണ്ടി, നന്മക്ക് വേണ്ടി. അതേപോലെ കുടുംബ ബന്ധങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 4 ഉപദേശം. അബ്ദുല്ലാഹിബ്നു സലാം, ജൂതനായ മനുഷ്യന, പ്രവാചകന്റെ വരവ് കണ്ട് പണിയെടുക്കുന്ന തോട്ടത്തിൽ നിന്ന് ഓടി തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ വരുന്നുണ്ട് എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം പറയാൻ, ഞാനിങ്ങനെ പ്രവാചകന്റെ തിരുമുഖത്തേക്ക് നോക്കി. ആ മുഖം ഒരിക്കലും ലാ ബിവജ്ഹി കദ്ദാബ്, ഒരു വ്യാജവാദിയായ മനുഷ്യന്റെ മുഖമായിരുന്നില്ല. തോറയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ തന്നെയാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവാചകന്റെ അടുത്ത് ചെന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകൻ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ അടുത്തും അകലെയുമായിട്ട് ഈ ഉപദേശം കേൾക്കുകയും പിന്നീട് ആ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ട് മീനിങ്ഫുള്ളായ, അർത്ഥപൂർണമായ ഇസ്ലാമിക ജീവിതം നയിക്കാൻ പാകത്തിലുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും യഥാവിധി ജീവിതത്തിൽ പാലിച്ച് അള്ളാഹുവിൻ്റെ റിളയും മഹബത്തും നേടിയെടുക്കുന്ന മുത്തഖീങ്ങളായ, മുത്തവക്കിലീങ്ങളായ, മുവഹിദീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ജൂൺ 26 ഇന്റർനാഷണൽ ആന്റി ഡ്രഗ്സ് ഡേ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ എഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്, അഥവാ ലോക ലഹരി വിരുദ്ധ ദിന ആയിരുന്നു. അപ്പോൾ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പല വിധത്തിലുള്ള പരിപാടികൾ വിവിധ സന്നദ്ധ സംഘടനകൾ, അതേപോലെ തന്നെ വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ പ്ലഡ്ജ്, 2 മില്യൺ പ്ലഡ്ജ്, അതല്ലാത്ത പല പരിപാടികളുമൊക്കെയായി സംഘടിപ്പിക്കപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകും. ലഹരിയുടെ വ്യാപനം വളരെ വേഗത്തിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നല്ല ഉമ്മത്തും അതല്ലാത്തവരുമൊക്കെ ഉണർന്നെണീക്കും. എന്നിട്ട് ഏതാനും ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിർവഹിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. അതുകൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യും. അങ്ങനെയാകരുത്. കാരണം പണ്ടത്തെ പോലെയല്ല ലഹരി.
ഏതാനും ചില ചെറിയ പദാർത്ഥങ്ങളോ വലിയ എന്തെങ്കിലുമൊക്കെ വീടി വലിക്കലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുകവലി മാത്രമല്ല, അത് നല്ലതാണെന്നല്ല അതിന്റെ അർത്ഥം. ലഹരി കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അത് വലിയാകട്ടെ, കുടിയാകട്ടെ, ചവർക്കലാകട്ടെ, വെക്കലാകട്ടെ, എന്താകട്ടെ, ഹറാം, നിഷിദ്ധമാണ്. മനുഷ്യന് ഗുണം ചെയ്യാത്തതും ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒക്കെ നിഷിദ്ധമാണ്. അപ്പൊ ഏതൊക്കെ ഇനങ്ങളാണ് പലരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. പറഞ്ഞു വരുന്നത് പണ്ട് ഇതിന്റെ ചെറിയ ചെറിയ രൂപങ്ങളായി, ഇന്ന് സിന്തറ്റിക് ലഹരികളാണ്, രാസലഹരികളാണ്. LSD-കളും ആംഫെറ്റാമിനുകളും അതേപോലെ തന്നെ MDMA-യും ഒക്കെയാണ്. അതൊക്കെ ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ ഡിറ്റൻഷൻ സെന്ററിൽ അഥവാ ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് താമസിപ്പിച്ച് 2-3 മാസം അവിടെ കഴിഞ്ഞുകൂടിയാൽ പോലും തിരിച്ചു വരാൻ പറ്റാത്ത മാരക സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾക്ക് നടുക്കാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ ഇപ്പൊ കണ്ണൂരിൽ നിന്നൊക്കെ കഴിഞ്ഞ വർഷം 9 വർഷം വന്ന റിപ്പോർട്ടൊന്നും നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി അതേ ക്ലാസ്സിലെ ആൺകുട്ടിയാണ്. കാരണം ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ജാതി സിന്തറ്റിക് ലഹരി കൊടുത്തു, അവളെ വിധേയപ്പെടുത്തി. അവസാനം അവൾ ആത്മഹത്യയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് വഴിയാണ് ഇതിന്റെ ചുരുളഴിഞ്ഞത്. അങ്ങനെ കേസ് നോക്കിയ സമയത്ത് ആ ക്ലാസ്സിലെ 9ഓളം പെൺകുട്ടികൾ ഇവന്റെ ഇംഗിതത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ്. എത്രയോ ഉദാഹരണം. ഇപ്പൊ കൊച്ചിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈവില് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു വ്ളോഗറോട് പറയാൻ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്തും അങ്ങനെയല്ല, എന്തും ആർക്കും എവിടെയും പറയാം എന്നുള്ളൊരു കാലലോകമൊക്കെ ആയിട്ടുണ്ട്. ഇതിനൊക്കെ പരിഹരിക്കാനും പ്രതിരോധിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയോ ചില ഡാൻസും പരിപാടിയും സൂമ്പയോ ഇതൊന്നും കാര്യമില്ല. കാര്യഗൗരവമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ അവനാന്റെ ആളുകളെ നഷ്ടപ്പെടും. നമ്മുടെ മക്കളല്ലാതെ മാറും, ലഹരിയിൽ ചെന്ന് പതിക്കും. പലവിധ ലഹരികൾ, പ്രണയം ലഹരിയ, മൊബൈലുകൾ ലഹരിയ, ലഹരി വസ്തുക്കൾ ലഹരിയായിക്കൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കണം. മാതാപിതാക്കളാണ് മക്കളുടെ ലഹരി, മാതാപിതാക്കളുടെ ലഹരി മക്കളാണ്. ജീവിതമായിരിക്കണം നമ്മുടെ ലഹരി, കായികവും കലയുമായിരിക്കണം നമ്മുടെ ലഹരി, നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിരിക്കണം നമുക്ക് ലഹരിയും ആനന്ദവും. അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതിന്റെ ആമോദവും സന്തോഷവും നമ്മിലും മക്കളിലും ഇണകളിലും കുടുംബത്തിലും ഉണ്ടാകണം. അതുണ്ടായിക്കഴിഞ്ഞാൽ ഒരിടത്തേക്കും പിന്നെ ലഹരി തേടി പോകേണ്ട ഗതികേട് ഈ തലമുറകൾക്ക് മക്കൾക്ക് ഒരിക്കലും ഉണ്ടാവൂല. അതിന് അനുഭവങ്ങൾ കൊടുക്കാൻ കഴിയണം. ഈ റീൽസിൽ ഇങ്ങനെ ലൈവില് പറയാ, ഈ പെൺകുട്ടി പറയാ ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന്. അപ്പൊ ഈ വ്ളോഗർ പറഞ്ഞു കൊടുക്കുകയാണ്, അതിനെന്താ കുഴപ്പം? അതിങ്ങനെ ഒരു ചെടിയല്ലേ, അതൊരു പച്ചക്കറിയല്ലേ, അതൊക്കെ ഞാൻ 24 മണിക്കൂർ ഉപയോഗിക്കാറുണ്ട് എന്ന് ഇതിനേക്കാളും വലിയ രൂപത്തിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന രൂപത്തിൽ അവനിങ്ങനെ പറയാ. എന്നിട്ട് അപ്പൊ അവള് പറയാ എനിക്കിത് ഉപയോഗിക്കാൻ കിട്ടണ്ടേ, ഇത് കിട്ടണില്ലല്ലോ, എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ഇവനങ്ങനെ ഓരോ കേന്ദ്രം പറഞ്ഞു കൊടുക്കുക, കിട്ടാൻ സാധ്യതയല്ല. ഇതാരോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു, പോലീസ് കേസെടുത്തു, അങ്ങനെ ആ വ്ളോഗർ അറസ്റ്റിലായി. പിന്നെന്തായെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ വക കേസും അറസ്റ്റും കാര്യങ്ങളും പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിയമപാലകര്, സർക്കാർ സംവിധാനങ്ങൾ, രക്ഷിതാക്കൾ, സന്നദ്ധ സംഘടനകൾ, മഹല്ല് സംവിധാനങ്ങൾ എല്ലാവരും ഒരു മെയ്യായി ഇറങ്ങിക്കഴിഞ്ഞാലേ ഈ വലിയ വിപത്തിന്, ക്യാൻസറിനേക്കാൾ വേഗത്തിലാണ് ലഹരി സ്പ്രെഡ് ആകുന്നത്. കോവിഡ് വൈറസിനെ നമ്മൾ പ്രതിരോധിച്ച് നിർത്താൻ കഴിഞ്ഞു നമുക്ക്. കോവിഡ് വൈറസിനേക്കാൾ മഹാമാരിയായ വൈറസാണ് ലഹരിയുടെ വൈറസ് എന്ന് പറയുന്നത്. അതിനെ പിടിച്ചു കെട്ടാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല എന്നാണ്. അതിൽ ഈ സിന്തറ്റിക് ലഹരിയും ഈ വക പിന്നെ രാസലഹരികളും അതല്ലാത്ത ലഹരിയും മാത്രമല്ല, മറിച്ച് മദ്യലഹരിയാണ്. സർക്കാരിന് അത് പറയാന് പിന്നെ സന്നദ്ധത വരുന്നില്ല. മദ്യലഹരിയാണ്. എത്ര അമ്മയെ, അച്ഛനെ, ഉമ്മയെ, ഉപ്പയെ തലക്കടിച്ചു കൊന്നു, ന്യൂസ് ഇങ്ങനെ കേൾക്കുക അല്ലെ? കാരണം മദ്യപിച്ചു വന്ന മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. ഒരു 10 മാധ്യമപ്രവർത്തകനെ ഒരു കലക്ടർ കൊന്നതിന്റെ പിന്നില് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ എത്ര അപകടങ്ങൾ, ആരോഗ്യപരമായ നഷ്ടങ്ങൾ, റവന്യൂ പലതും ഉണ്ടാവും. ഇപ്പൊ 2024-25 സാമ്പത്തിക വർഷം ബീവറേജ് കോർപ്പറേഷൻ വഴി വിദേശ മദ്യ ഷാപ്പ് വഴി മലയാളികൾ കുടിച്ചു തീർത്ത സംഖ്യ 18,000 കോടിയാണ്. ഒരൊറ്റ വർഷം. ചികിത്സിക്കാനല്ല, ഭക്ഷണം വാങ്ങാനല്ല, ഫ്രൂട്ട്സ് വാങ്ങിയ കണക്കല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റ് കൊടുത്ത കണക്കല്ല, മറിച്ച് കരളും കിഡ്നിയും ഇന്റേണൽ ഓർഗൻസും അതല്ലാത്തതും കുടുംബവും ദാമ്പത്യവും സർവ്വതും നശിപ്പിച്ച് കളയാൻ വേണ്ടി സാക്ഷര സമ്പന്ന മലയാള പെരുമയിലെ മലയാളികൾ കുടിച്ചു തീർത്തത്, അതുവഴി സർക്കാരിന് റവന്യൂ ഉണ്ടാക്കി കൊടുത്തത് 18,000 കോടി രൂപയുടെ മദ്യത് സർക്കാർ പുറത്തുവിട്ട കണക്കാണ്. അപ്പൊ ബ്ലാക്കിൽ അടിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും?
ഇത് ഒഫീഷ്യൽ കണക്കാ. ഇതല്ലാതെ അപ്പൊ കോടികൾ എത്രയാണ്? ഒരു വർഷം കൊണ്ട് 18,000 കോടി കുടിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്നാണ്. ഇന്ത്യയിൽ 31% മദ്യപരാണെന്നാ, മദ്യപാനുള്ളവരാണ് 31%. 150 കോടിയിലേക്ക് നമ്മുടെ ജനസംഖ്യ എത്തുമ്പോൾ അതിലെ 31% മദ്യപരാക്കുക. ഒരാൾ മദ്യപാനിയായി കഴിഞ്ഞാൽ ബ്രദർ സിസ്റ്റർ അതല്ലെങ്കിൽ വാപ്പ ഉമ്മ അച്ഛൻ അമ്മ ആരാണോ ആയത്, പിന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ അഭിമാനം, അവരുടെ കല്യാണാലോചനകൾ, അവരുടെ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ എന്തായിരിക്കും? എല്ലാം തകർന്നു. അപ്പൊ എല്ലാം കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന, സമ്പത്ത് നശിപ്പിക്കുന്ന, ആരോഗ്യം നശിപ്പിക്കുന്ന, ആത്മീയത നശിപ്പിക്കുന്ന, ബന്ധങ്ങൾ ഒന്നുമല്ലാതാക്കി തീർക്കുന്നതിനെതിരെ ശക്തമായ പ്രതിരോധം ഉണ്ടാകണം. ഐക്യരാഷ്ട്രസഭ 1987 മുതലാണ് ഈ ലഹരി വിരുദ്ധാചരണം തുടങ്ങിയത്. ഓരോ വർഷവും ഒരു പ്രമേയം ഉണ്ടാകും. 2025 ലഹരി വിരുദ്ധ പ്രമേയം ബ്രേക്കിംഗ് ദ ചെയിൻ, കണ്ണികളെ പൊട്ടിച്ചെറിയാൻ ട്രീറ്റ്മെന്റ്, ചികിത്സയും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരലും, റിക്കവറി ഫോർ ഓൾ, പ്രതിരോധവും ചികിത്സയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ നിർവഹിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മതപരമായ ബാധ്യത കൂടിയാണിത്. മൻ റആ മിൻകും മുൻകറൻ, ഒരു മുൻകർ കണ്ടു കഴിഞ്ഞാൽ, ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ, അധർമ്മം കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കൈകൊണ്ട് അതല്ലെങ്കിൽ നാവുകൊണ്ട് അതല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുത്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അധാർമികതകൾക്കെതിരെ, ഇത്തരം ആഭാസങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്താൻ, പ്രതിരോധം നടത്താൻ, പ്രതിജ്ഞ പുതുക്കാൻ, പ്രാവർത്തിക പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം നടത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ജീർണിച്ച എല്ലാ അരുതായ്മകളിൽ നിന്നും അള്ളാഹു നമ്മെയും മക്കളെയും വേണ്ടപ്പെട്ടവരെയും സമൂഹത്തെയും ഒക്കെ സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദീനീപരമായ എല്ലാ കർമ്മങ്ങളെയും നീ കബൂൾ ചെയ്യണമേ നാഥ. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ആയുഷ്ദൈർഘ്യവും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകി. ഈ ഒരു വർഷം ഇസ്ലാമിക ഉമ്മത്തിന് പ്രതീക്ഷയുടെ വർഷമാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഗസ്സയും അതേപോലെ തന്നെ യുദ്ധക്കെടുതികളും, അള്ളാഹുവെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബെ അതിജീവനം പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് നിന്നിലാണ് പ്രതീക്ഷ, നീ ഷഹാദത്ത് നൽകണമേ നാഥ. അള്ളാഹുവെ, അധാർമികതകൾ, ആഭാസങ്ങൾ, അരുതായ്മകൾ അവയിൽ നിന്ന് സദാ അകന്നു നിൽക്കുവാനും ധർമ്മനിഷ്ഠയുടെ, നന്മയുടെ, സദാചാരത്തിന്റെ വഴിയിലൂടെ മരിക്കുവോളം സഞ്ചരിക്കും